നാട്ടിലേക്ക് മടങ്ങി വന്നു. ബിന്യാമീൻ എന്ന് പറയുന്ന മകനും നഷ്ടപ്പെട്ടു പോയി. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകനും 12ാമത്തെ മകനായി ബിന്യാമീനും 2 മക്കളെയും നഷ്ടപ്പെട്ടു. വാപ്പയ്ക്ക് വല്ലാത്ത സങ്കടമായി. പക്ഷേ വാപ്പ അല്ലാഹുവിൽ തവക്കലേൽപ്പിച്ച് ജീവിച്ച പ്രവാചകനാ. മക്കൾക്ക് പോലും വാപ്പയുടെ സങ്കടം കണ്ടിട്ട് സഹിച്ചില്ലടോ. കരഞ്ഞ് 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 യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ, മക്കള് വാപ്പാന്റെ അടുക്ക പറഞ്ഞു, ഇതെന്ത് സ്വഭാവമാ വാപ്പാ? നിങ്ങളുടെ പൊന്നുമോന് യൂസുഫ് മരിച്ചുപോയി. ഇല്ല മോനെ, യൂസുഫ് മരിച്ചിട്ടില്ല. അല്ലാഹുവേ, കാത്തുകാതിരുന്നു. യാക്കൂബ് നബിയുടെ ജീവിതം കൊണ്ട് തന്റെ 12 മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത 5ാമത്തെ പാഠം എന്തെന്നറിയുവോ? തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിൽ പരമേൽപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാ. തന്റെ പൊന്നാര മകന് വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് എന്ന് പറയുന്ന മകനെയും തന്റെ കൂടപ്പിറപ്പിനെയും അല്ലാഹു തിരിച്ചു കൊടുക്കുകയാണ്. ഈ 10 മക്കളും വാപ്പാന്റെ അടുക്കൽ വന്ന് മാപ്പ് പറയുകയാണ്. പടച്ചവനെ, തന്റെ പൊന്നാര മകൻ ഭരണാധികാരിയാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ യാക്കൂബ് നബിക്ക് തിരിച്ചു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ അവസാനമായി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കൾക്ക് അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമ നിനക്കുണ്ടല്ലോ. അല്ലാഹുവേ, നിന്നെ കുറിച്ച് പഠിക്കാ മനസ്സു നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കൂ. ഉമ്മമാരെ, നിന്റെ ദുആയെക്കാളും ലോകത്ത് വേറെ ഒന്നുമില്ല ഉമ്മ. നീ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആയുടെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. നീ ശപിക്കല്ലേ, നീ പ്രാവല്ലേ, ഒരിക്കലും നന്നാകില്ലടാ, ഒരിക്കലും നീ നന്നാകില്ലടാ, നീ നരകിച്ച് ചാകുമടാ എന്നൊക്കെ പ്രാവുന്ന ഉമ്മമാരുണ്ട്. ഒരിക്കലും നിങ്ങളങ്ങനെ പറയരുത്. നിങ്ങൾ എന്തേ അല്ലാഹനെ ഏൽപ്പിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് തെറ്റ് ചെയ്യുന്നവരായാൽ അവരെ എഴുതി തള്ളുകയല്ല, അവരെ ഉപേക്ഷിക്കലല്ല, അവനെ ഒഴിവാക്കലല്ല, ഇനി അവനെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് തെള്ളിക്കളയലല്ല. ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. ആ മകനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. അവനെ കൂടെ നന്നാക്കുമ്പോഴാ